ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേരെങ്കിലും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എഗ്ലെസ് വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എല്ലാ കേക്കിൻ്റെ ബേസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ വാനില എസൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾ ചെയ്യുന്ന ഏത് കേക്കാണോ അതിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പഞ്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാംഗോ കേക്ക് ആണെങ്കിൽ മാംഗോ എസൻസോ, പൈനാപ്പിൾ കേക്കിന് പൈനാപ്പിൾ എസൻസ്, പിസ്ത എസൻസ്, അങ്ങനെ ഇഷ്ടമുള്ള എസൻസ് ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗളും ബിസ്കും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും യാതൊരു വിധമായ ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ ബൗളിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽമയുടെ തൈരാണ്. അത് നമുക്കൊരു 1/2 കപ്പ് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇപ്പോൾ വിസ്കൊന്നും ഇല്ലാത്തവർക്ക് സ്പാച്ചില വെച്ചിട്ടോ നല്ല സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ആ തൈരിലേക്ക് ചേരണം. ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ തൈരെടുത്ത അതേ കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഇത് രണ്ടും ഇതുപോലെ വേർപെട്ട് നിൽക്കും. കുറച്ച് സമയം ഒന്ന് അധികമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് രണ്ടും നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു ടൈം വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പം എന്തേ അത് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതൊന്ന് നിർത്താം. ഇനി ഞാനൊരു 1/4 കപ്പ് പാലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ഒരു മിക്സറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചേർത്ത് നന്നായിട്ട് വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ആക്കുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ചൂടാക്കി വെച്ചിട്ടുള്ള പാലും കൂടിയിട്ടൊന്ന് ചേർത്ത് വിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. മിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്നത് കട്ടിയായതുപോലെ തോന്നും. ആ ഒരു ടൈമിന് നമുക്ക് പാലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇടവിട്ട് നമുക്ക് എല്ലാ ഫ്ലോറും ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലോറും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇതുപോലെ നല്ല റിബൺ കൺസിസ്റ്റൻസി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. ഇനി ഞാനിവിടെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് 7 ഇഞ്ച് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാനും യൂസ് ചെയ്യാവുന്നതാണ്. 6 ഇഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹൈറ്റ് കിട്ടും. 7 ഇഞ്ച് ആയാലും തന്നെ അത്യാവശ്യം ഹൈറ്റ് കിട്ടും. പക്ഷെ 2 ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈറ്റ് കിട്ടുള്ളൂ. ഒന്നിച്ച് ഒഴിച്ചാൽ ആ ഒരു ഹൈറ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഈക്വലായിട്ട് 2 ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എഗ്ലെസ് കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടുതലും എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ബേക്ക് ചെയ്യുമ്പോഴത്തേന് സാധാരണ ചെയ്യുന്ന ടിന്നിൽ നിന്നും ചെറിയ ടിന്ന് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഓവൻ ഓൾറെഡി 10 മിനിറ്റ്സ് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 25 മിനിറ്റ്സ് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ബേക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. കണ്ടോ, നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഡീമോൾഡ് ചെയ്യണം. അതുപോലെ കട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല ചൂട് മാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് പാടെ പൊടിഞ്ഞു പോകുമല്ല. അപ്പോൾ ഇതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ വേറൊരു കേക്ക് ബോർഡിലേക്ക് 2 കേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴും തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം എഗ്ലെസ് കേക്കാണ്. കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ എഗ്ലെസ് കേക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് വെറുതെ ടീ കേക്കായിട്ടും കഴിക്കാവുന്നതാണ്.
കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. അത്യാവശ്യം 2 ലെയറായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനും കിട്ടും. അങ്ങനെ ആകുമ്പോഴത്തേന് ടോട്ടൽ 4 ലെയർ കിട്ടും. എപ്പോഴും ഇതുപോലെ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ 2 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിന് ഇത് ഇതുപോലെ കിട്ടും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കട്ട് ചെയ്യുമ്പോഴത്തേന് എൻ്റെ ഉള്ളിലുള്ള ടെക്സ്ചർ എങ്ങനെയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഈ ഒരു എഗ്ലെസ് കേക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനസ് കിച്ചൻ.